ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത് ഞാൻ നൈറ്റ് എന്താണ് കഴിക്കുന്നത് എന്നാണ്. സോ ഡയറ്റ് ഉള്ളവർക്കൊക്കെ നല്ലപോലെ ഫോളോ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഡിന്നറാണ് ഗൈസ്. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ നല്ലൊരു സ്മൂതി, ഞാൻ നൈറ്റ് നിങ്ങൾക്ക് കുടിക്കാൻ പറ്റിയൊരു സ്മൂത്തി ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് വീട്ടിൽ ഏതെങ്കിലും ഒരു ഫ്രൂട്ട് എടുക്കുക. ഡ്രാഗൺ ഫ്രൂട്ട് ആണെങ്കിൽ അത്രയും നല്ലത്. എൻ്റെ ഇപ്പോൾ ഒരേ ഒരു ഫ്രൂട്ടേ ഉള്ളൂ, ആപ്പിൾ. സോ ആപ്പിൾ നമ്മളൊന്ന് നല്ലപോലെ കട്ട് ചെയ്യുക. കുഞ്ഞു കുഞ്ഞല്ല, ക്യൂബായിട്ട് കട്ട് ചെയ്യുക. കാരണം ആപ്പിൾ നമ്മൾ അതിൽ ഇട്ടിട്ടല്ല, നമ്മൾ എല്ലാം കൂടി മിക്സ് ചെയ്ത് കുടിക്കുകയാണ് ചെയ്യുന്നത്. സോ നമ്മൾ ക്യൂബായിട്ട് ആപ്പിൾ അരിയുക. അതിന് മുമ്പ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് യൂസ് ചെയ്യാൻ കേട്ടോ, ഇഷ്ടമുള്ള ഫ്രൂട്ട് ആയിക്കോട്ടെ. ബട്ട് ഫാറ്റി ആയിട്ടുള്ള ഫ്രൂട്ട്സ് എടുക്കാതിരുന്നാൽ മതി. മാംഗോ ഒക്കെ അവോയ്ഡ് ചെയ്യുക. നിങ്ങൾ വെയിറ്റ് ലോസ് ആണ് താല്പര്യം എന്നുണ്ടെങ്കിൽ, ഞാനിപ്പോൾ വെയിറ്റ് ലോസ് ആണ് ചെയ്യുന്നത്. സോ അങ്ങനെയുള്ളവർ ഈ മാംഗോ ഒക്കെ അവോയ്ഡ് ചെയ്യുക. മാംഗോ, ഈ ഏത്തപ്പഴമില്ലേ, ഏത്തയ്ക്കാപ്പഴമോ, നമ്മുടെ ഈ വാഴയ്ക്കപ്പൊക്കെ പൊരിക്കുന്നില്ലേ, ആ പഴം, അത് ഒഴിവാക്കുക. വേറെ നല്ല നല്ല ഫാറ്റില്ലാത്ത ഫ്രൂട്ട്സ് അറിയാമല്ലോ, അതൊക്കെ ട്രൈ ചെയ്യാം. ഡ്രാഗൺ ഫ്രൂട്ട് പൊളിയാണ് കേട്ടോ. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ അകത്ത് വന്ന് നല്ല ഡാർക്ക് പിങ്ക് കളർ ഉണ്ടല്ലോ, അത് സെറ്റാണ് ഗൈസ്. അതിൽ സ്മൂത്തി കുടിക്കണം, നല്ല ടേസ്റ്റാണ്. സോ അപ്പോൾ ഞാൻ ഇന്ന് ആപ്പിളിൻ്റെ കാണിച്ചു തരാം ഗൈസ്. ആപ്പിൾ, അപ്പോൾ നമുക്ക് ഈ ആപ്പിൾ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം ഗൈസ്. അപ്പോൾ നമ്മളിതാ കുഞ്ഞായിട്ട് നല്ലപോലെ ആപ്പിൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഗൈസ്. ഇനി ബാക്കി പ്രോസസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ മമ്മി വരാനുണ്ട് ഗൈസ്. മമ്മി വരണം. അപ്പോൾ നമ്മൾ ഓട്സൊക്കെ നല്ല സോക്ക് ചെയ്ത് വെച്ചിരിക്കുവാണ്. അപ്പം നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഓട്സ് ഞാൻ പറഞ്ഞുതരാം. റോൾഡ് ഓട്സ് ആണ് ഗൈസ്. നമുക്ക് ഇനി റോബസ്റ്റ് ബനാന ആവശ്യമുണ്ട്. അത് 2 or 3 ഇടാം. അല്ല, ഇവിടെ ഇനിയിപ്പോൾ ആപ്പിൾ ഉള്ളത് കൊണ്ട് പിന്നെ ഡയറ്റിന് ബെസ്റ്റാണ് കേട്ടോ ഗൈസ്. ഈ റോബസ്റ്റ് ബനാന ഡയറ്റുകാർക്ക് ബെസ്റ്റാണ്, നല്ലതാണ്. അപ്പോൾ നമ്മുടെ ഓട്സ്, ഡേറ്റ്സ്, ബദാം, ഇത് ഇത്രയും നമ്മൾ നല്ലപോലെ, വാൾനട്ടും കൂടിയുണ്ട്. വാൾനട്ട് ഇഷ്ടമുള്ള നട്ട്സ് ആഡ് ചെയ്യാം. ബട്ട് കാഷ്യൂനട്ട്, വെയിറ്റ് ലോസിന് താല്പര്യമുള്ളവർ കാഷ്യൂനട്ട് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. കാരണം അതിൽ ഫാറ്റ് ഉണ്ട് കൂടുതൽ. സോ ഇതിൽ അങ്ങനെ ഫാറ്റൊന്നുമില്ല, നല്ല ഇതാണ്. ഇപ്പോൾ നമ്മൾ ഇത് നല്ലപോലെ വെള്ളമൊഴിച്ച് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 4, 5, 6. ഇതിപ്പം ഇന്നലെ രാത്രി നിങ്ങൾ വെച്ചിട്ട് ഇന്ന് രാത്രി എടുത്താലും കുഴപ്പമൊന്നുമില്ല ഗൈസ്. എത്രത്തോളം സോക്കായിരിക്കുന്നു അത്രത്തോളം നമ്മുടെ ഷേക്ക് നല്ല നല്ല രീതിയിൽ വരും. സോ നമ്മൾ ഇത്ര യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്ലിം മിൽക്ക് എന്ന് പറയുമ്പോൾ ഇത് വന്നിട്ട് നന്ദിനി എന്ന് പറഞ്ഞിട്ടൊരു ഇതാണ്. ഫാറ്റ് ഫ്രീ ആണ് ഗൈസ്, കണ്ടില്ലേ, ഫാറ്റ് ഫ്രീ ആണ്, നല്ലതാണ്. സോ നമ്മൾ ഈ സ്ലിം മിൽക്കും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്. ഇനി നമ്മൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഒന്നുകൂടി ഞാൻ ഇൻഗ്രീഡിയൻസ് പറയാം. നമുക്കൊരു റോബസ്റ്റ് ബനാന, എത്രത്തോളം, ഇപ്പോൾ എനിക്കും ഡാഡിക്കും മാത്രമാണ് ഞങ്ങളിത് കുടിക്കുന്നത് സ്മൂത്തി. സോ അപ്പോൾ 2 പേർക്കുള്ള അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടം പോലെ അളവ് കൂട്ടാം, കുറയ്ക്കാം. സോ നട്ട്സിൻ്റെ എണ്ണം കുറച്ച് കുറയ്ക്കുന്നതായിരിക്കും നല്ലത്. സോ ഓട്സ്, ഡേറ്റ്സ്, ആൽമണ്ട്, പിന്നെ വാൾനട്ട്, ഇത് ഇത്രയും സോക്കാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ സ്ലിം മിൽക്ക്, പിന്നെ ആപ്പിൾ, ഡ്രാഗൺ ഫ്രൂട്ട് ആണെങ്കിൽ ഡ്രാഗൺ ഫ്രൂട്ട് ആഡ് ചെയ്യാം, ഫാറ്റില്ലാത്ത ഫ്രൂട്ട് ആഡ് ചെയ്യാം. പിന്നെ ഇത് ബനാന, അതും റോബസ്റ്റ് ബനാന തന്നെ വേണം കേട്ടോ ഗൈസ്. ഓക്കെ, ഇത്രയും കൂടിയിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം തന്നെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഓട്സും അതെല്ലാം കൂടി നമുക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഇനി നമ്മൾ ഇതിന് ഓരോന്നോരോന്നായിട്ട് ആഡ് ചെയ്യുന്നതായിരിക്കും. ഇനി നമ്മൾ ആപ്പിൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഗൈസ്. A for ആപ്പിൾ. മമ്മി, A for ആപ്പിൾ. സോ ഗൈസ്, നമ്മളങ്ങനെ A for ആപ്പിൾ ആഡ് ചെയ്ത് കൊടുക്കുക ഗൈസ്. B for ബനാന. അപ്പോൾ ഗൈസ് നമ്മൾ B for ബനാന. ഇനി നമ്മൾ ലാസ്റ്റായിട്ട് നമ്മൾ ഫൈനലി സ്ലിം മിൽക്ക് ഒഴിക്കുക ഗൈസ്. കാണുമ്പോൾ കൊതി വരുന്നുണ്ട് ചെറുതായിട്ട്. ഡയറ്റ് എടുക്കുമ്പോൾ നമുക്ക് ഷേക്ക് കുടിക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. ബട്ട് ഇതൊക്കെ കൂടെ കഴിക്കുമ്പോഴാണ് ഒരു ആശ്വാസം എന്ന് പറയുന്നത്. സോ സ്ലിം മിൽക്ക് വളരെ കുറച്ച് മതി എന്ന് തോന്നുന്നു. കുറച്ച് ഒഴിച്ചോ ഗൈസ്, നല്ലതാണ്. കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് മിക്സ് വിത്ത് വെള്ളമായിട്ട് ഒന്ന് എടുക്കണം ഗൈസ്. മിക്സ് ആദ്യമേ പടയെന്ന് പറഞ്ഞ് അടിക്കില്ല ഗൈസ്. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അതിന് ശേഷം ഒന്ന് അടിക്കുക. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന ഓട്സ് എന്ന് പറയുമ്പോൾ റോൾഡ് ഓട്സ് ആണ് ഗൈസ്. കണ്ടില്ലേ, ട്രൂ എലമെൻറ്റ് അങ്ങനെ എങ്ങാണ്ടൊക്കെ ഓട്സ് ആണ്, നല്ലതാണ് ഗൈസ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന റെഡി ടു കുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെയാണ്. നമുക്ക് വേണമെങ്കിൽ ഡിന്നറുമായിട്ട് യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല.
സോ അപ്പം ഇതാണ് റോൾഡ് ഓട്സ് നിങ്ങൾ എടുക്കുന്നതായിരിക്കും ബെറ്റർ. സാധാ ഓട്സിനെയും കാട്ടി റോൾഡ് ആകുമ്പോൾ കുറച്ചുകൂടി നല്ലതാണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ ഫ്ലാക്സ് സീഡ് ഞാൻ പറയാൻ മറന്നു ഗൈസ്. ഫ്ലാക്സ് സീഡ് നമ്മുടെ സോക്ക് ചെയ്ത് വെച്ചിരുന്ന ഓട്സ് അതിൻ്റെ കൂടെ നമ്മൾ ഈ ഫ്ലാക്സ് സീഡും ഇട്ടായിരുന്നു. ഫ്ലാക്സ് സീഡ് നല്ലതാണ് ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സീഡ്സ് ആഡ് ചെയ്യാം. പംകിൻ സീഡുണ്ട്. ഇതാണ് നമ്മുടെ മാസ്റ്റർ പീസാണ്. ഇതെന്ന് പറയുമ്പം എന്തൊക്കെയാണ് സീഡ്സാണ്. വാട്ടർമെലൺ സീഡുണ്ട്, പംകിൻ സീഡുണ്ട്, പിന്നെ ഉണ്ട് സാധനങ്ങളൊക്കെ ഉണ്ട്. എന്താണെന്ന് അറിയത്തില്ല ഗൈസ്. സോ അതൊക്കെ ഉണ്ട്. ഒരു 3 ഐറ്റമേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. വാട്ടർമെലൺ, പംകിൻ, പിന്നെ എന്തൊക്കെയോ വേറെ ഇടും. സോ അത് ഇത്രയും കൂടെ ഇട്ട് പിന്നെ നമ്മുടെ മെയിൻ സാധനം, വെയിറ്റ് ലോസിൻ്റെ മെയിൻ സാധനമുണ്ട്. എന്താണെന്നറിയൂ? ഞാൻ പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ചാൽ ചിയാ സീഡ് നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെക്കുക, അതായത് സോക്ക് ചെയ്ത് വെക്കുക വാട്ടറിൽ. സോ ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മൾ ഈ ഷേക്കൊക്കെ അടിച്ചതിന് ശേഷം ഇതിൻ്റെ പുറത്തിട്ട് കുടിക്കുക. ഈ ഫ്ലാക്സ് സീഡ് ഇടുക. കാണിച്ചു തരാം. ഇതുമാതിരി ഇടുക ഗൈസ്. കണ്ടില്ലേ? അത് ഡാഡിയുടെ സ്റ്റെപ്പായിരുന്നു. ഞാൻ എടുക്കാൻ മറന്നു ഗൈസ്. എല്ലാം ഒഴിച്ച് സെറ്റാക്കി വെച്ചു. ഇനി എനിക്ക് ഒഴിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതെല്ലാം കൂടിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കുടിച്ചിട്ട് രാത്രി കിടന്ന് മിണ്ടാതെ കിടന്ന് ഉറങ്ങുക. ഇത് കുടിച്ചിട്ട് നിന്നില്ല എന്നുണ്ടെങ്കിൽ നല്ലപോലെ വെള്ളം കുടിച്ചിട്ട് കിടന്നുറങ്ങുക. പണിയാണ് ഗൈസ്. അടിക്കടി നമ്മൾ ടോയ്ലറ്റിൽ പോയിട്ട് വരേണ്ട വരും. സോ വെള്ളം കുടിച്ചിട്ട് കിടക്കണ്ട. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കുടിച്ചിട്ട് വയറ് വീത്തില്ല എന്നുണ്ടെങ്കിൽ കണ്ണുപൂട്ടി മിണ്ടാതെ കിടന്ന് ഉറങ്ങുക. അത്രയേ ഉള്ളൂ ഗൈസ്. ഇനി അടുത്ത ചിയാ സീഡ് എന്ന് പറയുമ്പം എല്ലാവരും പറയും ചിയാ സീഡും കസ്കസും ഒന്നല്ലേ? സത്യം പറഞ്ഞാൽ ഗൈസ് ഇത് രണ്ടും കാണാൻ ഒരേപോലെ ഇരിക്കും. ബട്ട് ചിയാ സീഡും കസ്കസും ഒന്നല്ല. വെയിറ്റ് ലോസിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനം ചിയാ സീഡാണ്. നമ്മൾ ചുമ്മാ വെള്ളം കുടിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു മനുഷ്യൻ ഒരു ദിവസം 1 ലിറ്റർ വെള്ളം കുടിക്കണം എന്നാണ്. 1 ലിറ്ററിൽ കൂടുതലും കുടിച്ചാൽ അത്രയും നല്ലത്. 1 ലിറ്റർ വെള്ളമെങ്കിലും മാക്സിമം കുടിക്കണം എന്നാണ്. സോ അതിന് ഹെൽപ്പ് ചെയ്യുന്നത് ഈ ചിയാ സീഡ് ഹെൽപ്പ് ചെയ്യും ഗൈസ്. ചിയാ സീഡ് വെയിറ്റ് ലോസിന് നല്ലതാണ്. സോ അങ്ങനെ കുടിക്കുമ്പോഴത്തേക്കും നമ്മളെ ബോഡി ഒന്ന് നല്ല കൂളും ആവും, വെയിറ്റ് ലോസ് ആവും. ചിയാ സീഡ് എനിക്കിഷ്ടമാണ് ഈ സാധനം. പക്ഷേ എനിക്കിത് കുതിർക്കാതെ ഈ നട്ട്സ്, അതായത് ആ പിരിപിരിന്നിരിക്കത്തില്ലേ പൊടി നട്ട് സീഡായിട്ട് അങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം. ഇതാണ് എൻ്റെ പ്രിയപ്പെട്ട ബ്ലഡി ബ്രദർ. സോ അങ്ങനെ കഴിക്കാനാണ് ഗൈസ് ഇഷ്ടം. അപ്പോൾ എൻ്റെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഞാനിവിടെ കപ്പെടുക്കാൻ വന്നതായിരുന്നു ഷേക്ക് ഒഴിക്കാൻ. അപ്പോഴാണ് ഉമ്മാടെ ഉച്ചക്കത്തെ ബിരിയാണി എന്നെ മാടി വിളിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ വരത്തില്ല എന്ന്. ബൈ, കൊണ്ടുപോക്കോ, ഫ്രിഡ്ജിൽ വെക്കാൻ പോവാ ഗൈസ്. പാവം എന്നെ വിളിച്ചായിരുന്നു, നീ എന്നെ കഴിക്കുന്നില്ലേന്ന്. ഞാൻ പറഞ്ഞു വേണ്ട, നോ താങ്ക്സ്. ഉച്ചയ്ക്ക് കഴിച്ചു ഗൈസ്. ബിരിയാണി എന്ന് പറയുമ്പോൾ ഓയിൽ ലെസ് ആണ്. ഇത് എൻ്റെ റെസിപ്പി ഞാൻ ഇനി അടുത്ത വരുന്ന വ്ളോഗിൽ ഞാൻ ഇടുന്നതായിരിക്കും. സോ ഓയിൽ ഇല്ലാത്തതാണ്. ബട്ട് എന്നാലും നമ്മൾ രാത്രി കഴിക്കാൻ പാടില്ലല്ലോ. ഈ ഡയറ്റ് എടുക്കുന്നവർ ചോറൊന്നും അങ്ങനെ കഴിക്കാൻ പാടില്ല എന്നാണ്. അപ്പം ഞാനിവിടെ കപ്പ് തപ്പുക. കിട്ടുന്നില്ല ഗൈസ്. ഒരുപാടുണ്ട്. ബട്ട് ഏതെടുക്കുന്ന കൺഫ്യൂഷനാണ്. ഷേക്കായിട്ട് നമുക്ക് കുടിക്കാൻ പറ്റിയ കപ്പ് എടുത്തല്ലേ പറ്റും. സോ നമുക്ക് നമ്മുടെ വേ പ്രോട്ടീൻ്റെ ഇത് തന്നെ എടുക്കാം ഗൈസ്. അതെടുത്ത് അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യമല്ല. ഇതിലാകുമ്പോൾ ഫുൾ അങ്ങ് നിൽക്കും. അപ്പോൾ ഗൈസ് ഞാനും എൻ്റെ മൊബൈൽ ഫോണും എൻ്റെ ഷേക്കും നമ്മൾ 3 പേര് മാത്രമേ ഉള്ളൂ ഇവിടെ. എന്നെ ആരെയും ഹെൽപ്പ് ചെയ്യില്ല ഗൈസ്. സോ ഞാൻ തന്നെ എന്നെ സ്വന്തമായിട്ട്, നമ്മൾ എപ്പോഴും സെൽഫായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ആരും ഇല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടേണ്ട ആവശ്യം വരില്ല. ഈ അടപ്പ് തുറക്കുക, ഇങ്ങനെയൊക്കെ തുറന്ന് പ്രാക്ടീസ് ചെയ്യുക. സോ അപ്പോൾ നമുക്ക് ഇപ്പോൾ ആരെങ്കിലും ഇല്ലയെന്ന്, ഇപ്പോൾ ആരും നമ്മുടെ വീട്ടിലില്ല, നമ്മൾ മാത്രം ഒറ്റയ്ക്ക്, അപ്പോൾ നമുക്ക് ആ വിഷമം വരില്ല ഗൈസ്. കാരണം നമ്മളിങ്ങനെ ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് വിഷമം വരത്തില്ല. സോ ഞാൻ ഇതിൽ നിന്ന് 2 സ്പൂണേ ഇടുന്നുള്ളൂ. എനിക്ക് കൂടുതൽ ചവയ്ക്കാൻ വയ്യ ഗൈസ്. രാത്രി ചവയ്ക്കാൻ വയ്യ. രാവിലെ ആണെങ്കിൽ കുഴപ്പമില്ല, മോർണിംഗ് അല്ലേ ചവച്ചങ്ങ് നടക്കാം. ബട്ട് രാത്രി അങ്ങനെ അല്ലല്ലോ, ചവയ്ക്കാൻ വയ്യ ഗൈസ്. സോ അപ്പം ഞാൻ ഇവിടെ 2 സ്പൂൺ നട്ട്സ് ഇട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ നമ്മൾ ഷേക്ക് ഒഴിക്കും. അതിന് മുമ്പ് ചിയാ സീഡ് നമുക്ക് കുറച്ച് ഇടാം. ഞാൻ സ്പൂണൊന്നും എടുക്കുന്നില്ല. എനിക്ക് അങ്ങ് അറ്റം വരെ പോകാൻ വയ്യ. അറ്റം എന്ന് പറയുമ്പം ദൂരമൊന്നുമില്ല, തൊട്ടടുത്താണ്, എന്നാലും ഒരു മടിയാണ്. സോ ഗൈസ് നമ്മൾ ചിയാ സീഡ് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മളതിൻ്റെ കൂടെ നമ്മൾ ഒഴിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മെയിൻ മാസ്റ്റർ പീസ് ഐറ്റമാണ്. ഞാനിവിടെ ഇതാ ഗൈസ് ഒഴിക്കുവാണേ. ഒഴിച്ചു ഗൈസ്. തികഞ്ഞു ഗൈസ്. കണ്ടില്ലേ? എനിക്കും ഡാഡിക്കും. നേരത്തെ കണ്ട കപ്പ് കണ്ടല്ലോ, ആ കപ്പിൽ ഡാഡിക്കും പിന്നെ ഇത് എനിക്കും. സോ ഫുള്ളായിട്ടുണ്ട്. വെറുതെ കുളിച്ചു, പണ്ടാരടങ്ങി. ഫാന് ഇട്ടില്ല ഗൈസ്, മറന്നുപോയി. സോ അപ്പോൾ നമ്മൾ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി കുടിച്ചിട്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഞാൻ ഇത് മുമ്പേ കുടിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്ക് എക്സ്പ്രഷൻ ഇടാൻ വയ്യ ഗൈസ്. എന്നാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി എക്സ്പ്രഷൻ ഇട്ടുതരാം. നല്ല ടേസ്റ്റ് ഉണ്ട്. ഗൈസ് സെറ്റ് സാധനം. എല്ലാവരും ട്രൈ ചെയ്യുക. മധുരം ഭയങ്കര ഇഷ്ടമുള്ളവർ
ട്രൈ ചെയ്ത് ആദ്യമൊന്നും ഇഷ്ടപ്പെടത്തില്ല. ആദ്യമൊക്കെ നമ്മൾ എന്തായത് മാവ് കലക്കി വെച്ചിരിക്കുന്നു എന്നൊക്കെ തോന്നും. മാവ് കലക്കി കുടിക്കുവാണോ ഞാൻ എന്നൊക്കെ തോന്നും ഗൈസ്. അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? വെയിറ്റ് ലോസ്. നിങ്ങളുടെ ടാർഗറ്റ് എന്താ? വയറ് നിറയുക. സോ അതിന് വേണ്ടി ഇത് ബെസ്റ്റാണ് ഗൈസ്. ട്രൈ ചെയ്യൂ. സോ ഗൈസ്, അപ്പോൾ മധുരമൊക്കെ ഇഷ്ടമുള്ളവർ എന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഐ മീൻ ഈ മധുരം എനിക്ക് പറ്റുന്നില്ല, എനിക്ക് ഈ ഷേക്ക് കുടിക്കാൻ പറ്റുന്നില്ല, ഞാൻ നല്ല മിൽക്ക് ഷേക്കും ന്യൂട്രല ഷേക്ക് ആ ഷേക്കൊക്കെ കുടിച്ച് നടന്ന ഞാനാണ്, എനിക്ക് ഈ മധുരം ഇഷ്ടപ്പെടുന്നില്ല, അതായത് മധുരമില്ല എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ ഫ്രൂട്ട്സ് ആഡ് ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ ഫ്രൂട്ട്സ് ആഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള മധുരം കിട്ടുകയും ചെയ്യും. നമുക്ക് കുടിക്കാനും ഹെൽത്തിയാണ്. നമ്മുടെ വെയിറ്റ് ലോസ് പെട്ടെന്ന് അങ്ങ് നടക്കുകയും ചെയ്യും. ഇനി നിങ്ങൾക്ക് ഇതിൽ വെയിറ്റ് കൂട്ടാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ നല്ല ഞാൻ പറഞ്ഞ പോലെ ഏത്തപ്പഴം ആഡ് ചെയ്യാം, ഓവർ നട്ട്സ് ആഡ് ചെയ്യാം, പിന്നെ എന്താ ആഡ് ചെയ്യാം, നല്ല ഫാറ്റി ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം. വെയിറ്റ് കൂട്ടണം. വെയിറ്റ് കുറയ്ക്കുമ്പോൾ നേരെ ഓപ്പോസിറ്റാണ് ഗൈസ്. അതായത് നല്ല ലോ ഫാറ്റ് ആയിട്ടുള്ള നട്ട്സും അതും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. സോ എൻ്റെ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ ഹെൽത്തി റെസിപ്പീസുമായിട്ട് ഞാൻ വീണ്ടും വരും. അത് മാത്രമല്ല നല്ല എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള വ്ളോഗുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ഗൈസ്. നമുക്ക് കുറച്ച് ടൂറൊക്കെ പോകാം ഗൈസ്. സോ അതിനുള്ള ഗൈസ്. അപ്പോൾ എൻ്റെ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ബൈ.